ഓഹോ, ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കളി മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ വീട് മുഴുവൻ വൃത്തിയാക്കണം. ഹാ. ഹായ്, ഞാൻ അവരെ 4 പേരെയും പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ബട്ട് ഐ തിങ്ക് അവര് ഭയങ്കര ബിസി ആണെന്ന്, റൈറ്റ്? പക്ഷേ പാർട്ടി നടക്കാൻ പോകുന്ന രാത്രിയല്ലേ, അപ്പോഴേക്കും ഇവര് ഫ്രീ ആവും. ഓക്കെ, നോ പ്രോബ്ലം. ഇന്ന് രാത്രി ഹലോവിൻ പാർട്ടി ഉണ്ട്, മറക്കാതെ വരണം. പ്ലീസ് 9 മണിക്ക് മുമ്പേ വരണേ. ഓക്കെ? അവര് തീർച്ചയായിട്ടും എത്തും. പാർട്ടിക്ക് പോണെങ്കിൽ അതിനു മുമ്പ് വീട് മുഴുവൻ നന്നായിട്ട് വൃത്തിയാക്കണം. എന്തൊക്കെയാണെങ്കിലും പാർട്ടി എന്ന് വെച്ചാൽ എല്ലാവർക്കും സന്തോഷം തന്നെയാ, ശരിയല്ലേ? ഹാ. Well, you are looking pretty. ഓ നോ. ഓ, ഞാൻ എല്ലാവരും പേടിപ്പെടുത്താൻ വേണ്ടിട്ടാ ഈ ഡ്രസ് തന്നെ ഇട്ടത്. അത് ശരി, നീ എന്തിനാ ഈ ബൈക്കും കൊണ്ട് വന്നത്? അവിടേക്ക് എന്തായാലും ബൈക്കും കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ. നമ്മൾ സ്ഥലം മാറ്റിയല്ലോ. മോണ്ടിയുടെ ഫാം ഹൗസിലാണ് പാർട്ടി. ഒരു മിനിറ്റ്. ഇക്കാര്യം ഹണിബണിയോടും കൂട്ടുകാരോടും പറയണ്ടേ? വിട്ടേക്ക്, കറങ്ങി നടക്കട്ടെ. ശരീരത്തിന് വളരെ നല്ലതാ. എന്തായാലും അവർ പാർട്ടിക്ക് വന്നാൽ വളരെ ബോറായിരിക്കും. നീ വാ, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ്. ഹാ, ഓക്കെ, ലെറ്റ്സ് ഗോ. കൂട്ടുകാരെ, പാർട്ടിക്ക് പോകേണ്ട ആരോഗ്യമൊന്നും ഇപ്പൊ എനിക്ക് ഇല്ല. അങ്ങനെയൊന്നും പറയരുത്. നമ്മളെ വിളിച്ചത് കിറ്റിയാണ്. കിറ്റി പോവാതിരിക്കാൻ പറ്റില്ല. പോവാ, നീ കിറ്റിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. സുഹൃത്താറെ, നീ എന്ത് വേഷമായിടാൻ പോകുന്നത്? സീക്രട്ട് ആണ്, സീക്രട്ട്. നിങ്ങൾ എന്തിനാ ഡ്രാക്കുള വേഷം തന്നെ ഇട്ടത്? ഹണി ചോദിച്ചതല്ലേ എന്ത് വേഷം ഇടുന്നതെന്ന്. സ്മാർട്ടാക്കാൻ നോക്കിയതാ. സീക്രട്ട് ആണ് എന്ന് പറഞ്ഞ. ഇത് കണ്ട് കിറ്റി ചിരിക്കും. ചിരിക്കുന്നത് എന്തിനാ? നമ്മൾ പേടിപ്പെടുത്താൻ വേണ്ടിയല്ലേ പോകുന്നത്. അവള് നമ്മളെ കണ്ട് പേടിക്കണം കൊച്ചളിയാ. നിങ്ങളെയൊക്കെ കണ്ടാലുണ്ടല്ലോ, ഡ്രാക്കുളയുടെ പേരിൽ ഒരു ബാൻഡ് പാർട്ടി തയ്യാറാക്കിയത് പോലെയുണ്ട്. സംശയമുണ്ടോ? കുഴപ്പമില്ല, അവിടെ ഒരുപാട് പേര് വരുമല്ലോ. കിറ്റിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ ആരാണെന്ന്. ഓക്കെ വാ, ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. അടിപൊളി പാർട്ടി. എല്ലാവരും നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ട ഒറിജിനൽ ആയിട്ടുണ്ട്. സംശയമുണ്ടോ? എന്തായാലും നിങ്ങൾ 4 പേരും ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ കിറ്റിയെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാനാ കിട്ടി. പക്ഷെ കണ്ടിട്ടൊട്ടും മനസ്സിലാവുന്നില്ലല്ലോ. വളരെ നന്നായിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാ ഡ്രാക്കുളയായിട്ട് മാറിയത്? ഇന്ന് വൈകിട്ടാ. ഓ, ഞാൻ ഡ്രാക്കുളയായിട്ട് മാറിയിട്ട് 200 വർഷം കഴിഞ്ഞു.
വാട്ട് എ ജോക്ക്. കലകിട്ടോ, കലക്കി പൊളിച്ചു തീർത്തു. വാ. എന്ത് നന്നായിട്ട് മൂൺ വാക്ക് ചെയ്യുന്നുണ്ടല്ലേ, അതും തലയും തിരിച്ച്. വാവ്. എടാ തല തിരിച്ചല്ല, ഇവന്റെ തല തന്നെ തിരിഞ്ഞിരിക്കുവാ. കാല് തിരിഞ്ഞിരിക്കുന്നത് പ്രേതത്തിന് മാത്രമാണ്, പ്രേതത്തിന് മാത്രം. വാ, നമുക്ക് ടാപ്പ് ഡാൻസ് കളിക്കാം. ഇംഗ്ലീഷുകാർക്ക് എന്റെ ടാപ്പ് ഡാൻസ് വളരെ ഇഷ്ടമായിരുന്നു. എന്നാലത് 1947 നടന്നത്. ഞാനും 1947 തന്നെ തട്ടിപ്പോയല്ലോ. നിങ്ങൾ ഒറിജിനൽ പ്രേതമാണോ? എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? നിങ്ങൾ ഒറിജിനൽ ഡ്രാക്കുളകൾ തന്നെയല്ലേ? ആണ്, ഞങ്ങൾ ഡ്രാക്കുളകളാണ്. Let's dance. കൂട്ടുകാരെ, നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മൾ വന്നിരിക്കുന്നത് പ്രേതങ്ങളുടെ പാർട്ടിയിലാണ്. പോപ്പട്ടെ, പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്നേ. കഴുതി പെട്ടെന്ന് വാ, നമുക്ക് ജീവനുള്ള കാര്യം ഇവർ അറിഞ്ഞ ഇവര് നമ്മളെ വച്ചിരിക്കില്ല. നമ്മുടെ കഥ ഇവിടെ തന്നെ ഇവര് കഴിക്കും. എന്റെ പാർട്ടിക്ക് വന്ന് ആരും ഒന്നും കഴിക്കാതെ പോകാൻ പാടില്ല. ഡിന്നർ ടൈം. നീ എങ്ങോട്ടാ പോയത്? വെളിയിൽ ജീവനുള്ള ഒരു മനുഷ്യൻ വന്നായിരുന്നു. അവനെ വിരട്ടി ഓടിച്ചതാ. ജീവനുള്ളവരെ എനിക്കിഷ്ടമല്ല. ഇവരെങ്ങാനും ഒരു പക്ഷേ നമുക്ക് ജീവനുണ്ടെന്ന് അറിഞ്ഞ പിന്നെ ഇവര് നമ്മളെ വച്ചിരിക്കുകയില്ല. എനിക്ക് പ്രേതമായിട്ട് മാറണ്ട, ഞാൻ കഴുതയായിട്ട് ഇരുന്നോളാം. പറയുന്ന കേക്ക്. നീ എന്താ മറന്നുപോയോ? നീ പൂച്ചയാണ്, അല്ലാതെ കഴുതയല്ല. അല്ല, ഞാൻ കഴുതയാ, കഴുത തന്നെയാ. അല്ലെങ്കിൽ നിന്റെയൊക്കെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? എന്തിനു വരുമായിരുന്നു? പോപ്പട്ടെ, പോപ്പട്ടെ പ്ലീസ്, ഈ ആപത്തിൽ നിന്ന് നിനക്കെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. എടേ, ഞാനൊരു കൊച്ചു തത്തമ്മയാ. ഈ പ്രേതങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെ നിങ്ങളെ രക്ഷിക്കും? അത് പിന്നെ ഈ പ്രേതങ്ങളൊക്കെ തീ കണ്ട പേടിച്ചോടുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എടേ, യവന്മാര് നമ്മളെ ഇവിടുന്ന് പുറത്തേക്കേ അയക്കില്ല. പിന്നെ എവിടുന്ന് ഞാൻ തീ കൊണ്ടുവരും? സംശയട്ടോ? തീ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, നിന്റെ ഉള്ളിൽ. ഓയ്, ഓ, ഓ. ഓടിക്കോ, ഓടിക്കോ. കൂട്ടുകാരെ, നമ്മുടെ ഐഡിയ വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. നോക്ക്. എല്ലാ പ്രേതങ്ങളും ഇവിടുന്ന് പോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി നമുക്ക് പാർട്ടി തുടങ്ങാം, അല്ലേ? ആ പ്രേതങ്ങൾ എങ്ങാനും തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ കഥ തീർച്ചയായും കഴിക്കും. I love fire games. നമുക്ക് കളിച്ചാലോ? എല്ലാവരും വന്നോ? എങ്ങനെയുണ്ടായിരുന്നു പാർട്ടി? ശാന്തി, ശാന്തി, ഇത് നമ്മുടെ മേഡമാണ്. പേടിക്കണ്ട. സംശയട്ടോ? സുന്ദരി ആവാൻ വേണ്ടി ഫേസ് പാക്ക് ചെയ്തിരിക്കുക. അവരെല്ലാരെക്കാളും മാഡം സുന്ദരി തന്നെയാ, ഒരു സംശയമില്ല. എന്ത് പറ്റി? മാഡം, പാർട്ടിയിലെ യഥാർത്ഥ പ്രേതങ്ങളാ, യഥാർത്ഥ പ്രേതം. ഓ ബനി, ഭൂതം പ്രേതം ഇങ്ങനെ ഒന്നും തന്നെയില്ല. ഹാലോവിൻ പാർട്ടിയല്ലേ, അതുകൊണ്ട് എല്ലാവരും വേഷങ്ങളിട്ട് വന്നതായിരിക്കും. അല്ല മാഡം, ഒറിജിനൽ ആയിരുന്നു, ഒറിജിനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും തലയ്ക്കുന്ന പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഹൊറർ ഷോ നിങ്ങൾ ഇനി കാണണ്ട. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.